ഒമർ അബ്ദുള്ള ഈ കാര്യം ഇങ്ങനെ പറയുന്നതിനോട് നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വീഴ്ച തന്നെയാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത്. കാരണം സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. അല്ലാതെ ഇതിപ്പോൾ ഏറ്റവും വലിയ ആക്രമണമാണ് ഇതെന്നൊക്കെ അപലപിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതിനെ തടയണമായിരുന്നു. അതാണ് പ്രധാനം. അവിടെ നമുക്കറിയാം, ഒരു എം പി കഴിഞ്ഞ മാസം അവിടെ സന്ദർശിച്ചിട്ട്, ഇവരുടെ ഉമർ അബ്ദുള്ളയുടെ പാർട്ടിയിൽപ്പെട്ട ഒരു എം പി കഴിഞ്ഞ മാസം അവിടെ സന്ദർശിച്ച ശേഷം അയാൾ പറഞ്ഞു, ഇവിടെ വൈനും ബിയറും ഒക്കെയാണ് ഒഴുകുന്നത് എന്ന രീതിയിലൊരു പ്രസ്താവനയൊക്കെ നടത്തിയിരുന്നു. അതൊന്നും നമുക്ക് അതായത് ഇവിടെ മുസ്ലിങ്ങളല്ല മറ്റുള്ളവരാണ് ഇവിടെ ഇതൊക്കെ നടത്തുന്നതെന്നുള്ള രീതിയിലൊരു പ്രസ്താവന നടത്തിയിരുന്നു. അതൊക്കെ ഒരിക്കലും ഒരു എം പിക്ക് യോജിച്ചതല്ല, അവരുടെ പാർട്ടിക്ക് യോജിച്ചതല്ല. കാരണം ഇത്തരത്തിൽ അവിടെ വിനോദസഞ്ചാര കേന്ദ്രമാണ്, അതോടൊപ്പം തന്നെ ധാരാളം പേർ ഇവിടെ സന്ദർശിക്കാൻ എത്തുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ. പക്ഷേ എല്ലാ മതവുമായി കൂട്ടിക്കുഴച്ച് ഏത് കാര്യത്തെയും മതവുമായി ബന്ധപ്പെടുത്തി പറയുന്ന രീതിയാണ് അവിടെ നിലനിൽക്കുന്നത്. ഇക്കാര്യത്തിൽ കോടതി ചെയ്തതും വളരെ തിടുക്കപ്പെട്ടാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇവിടെ രാഷ്ട്രപതി ഭരണം നടക്കുന്ന വേളയിലാണ് കോടതി പെട്ടെന്ന് സർക്കാർ രൂപീകരണം നടത്തണമെന്ന രീതിയിൽ വളരെ പെട്ടെന്ന് തിടുക്കപ്പെട്ട് ആ വിധി പ്രസ്താവിക്കുകയും തുടർന്നാണ് അവിടെ ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ അവിടെ സർക്കാർ രൂപപ്പെടുകയും അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു രാജ്യത്തെ നടുക്കിയ 28 പേർ മരിക്കുകയും കുറേ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു അക്രമത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്.